വന്യരായ സയ്യിദുനാ താജുൽ ഉലമ ഉള്ളാളത്ത് ചെറിയ ഇരുട്ടറയിൽ കൂടി താമസിച്ചത് മാത്രമല്ല, ഉള്ളാളത്ത് വന്നു. മംഗലാപുരം ട്രെയിൻ ഇറങ്ങി, കാളവണ്ടിയിലുള്ള ആളത്ത് വന്നു. എത്തിനകാടിയിലാവുന്നത് ദർസ് നടത്തി, ഇൽമ പഠിപ്പിച്ചു കൊടുത്തു, കഠിനാധ്വാനം നടത്തി. അന്ന് കർണാടകയിലെ സ്ഥിതി എന്താണെന്ന് അറിയുമോ? പലരും പറഞ്ഞതനുസരിച്ച് ശരിക്കൊരു കോഴിയറക്കാൻ അറിയുന്ന ജനങ്ങളില്ലായിരുന്നു. ശരിക്കൊരു കോഴി അറക്കാൻ അറിയില്ല. മദർസ പഠിക്കാൻ പഠിപ്പിക്കാൻ പാകത്തിലുള്ള ആളുകളില്ല. 70 കൊല്ലം താജുൽ ഉലമയുടെ ജീവിതം, വഫാത്തായിട്ട് 10 കൊല്ലം, 80 കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് കർണാടകയുടെ ചരിത്രം. കണ്ണിയത്ത് ഉസ്താദിനെയും എല്ലാ മഹാന്മാരെയും കർണാടകക്കാർക്ക് പരിചയപ്പെടുത്തിയത് വന്യരായ താജുൽ ഉലമയായിരുന്നു. പല പള്ളികളുടെയും ഖിബല തെറ്റിയത് ശരിപ്പെടുത്തിയത് താജുൽ ഉലമയായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ മുത്തഅല്ലിമീങ്ങളെ തന്റെ അടുക്കലേക്ക് വരിപ്പിച്ചു. വരൂ, ഞാനിതാ കർണാടകയിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ജന്മസ്ഥലം കോഴിക്കോടാണെങ്കിലും ഞാനിതാ ഉള്ളാളത്ത് വന്നിട്ടുണ്ട്. വരൂ മുത്തഅല്ലിമീങ്ങളെ, എന്റെ അടുക്കലേക്ക് വരൂ. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു. താജുൽ ഉലമ ഇൽമ പഠിപ്പിച്ചു കൊടുത്തു, മീസാൻ ഓതി കൊടുത്തു, അജ്നാസും ഉംദയും ഫിഖ്ഹും ഫത്ഹുൽ മഈനും തുഹ്ഫയും എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിത കിതാബുകളും എല്ലാ ഫന്നിലെ ഗ്രന്ഥങ്ങളും താജുൽ ഉലമ ആ ഇരുട്ടറയിൽ ആ ചെറിയ റൂമിൽ ഇരുന്നു കൊണ്ട്, പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തി, ക്ലാസ് നടത്തി. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. വെല്ലൂർ വാക്കിയാത്തിലേക്ക് ജനങ്ങളെ പറഞ്ഞയച്ചു, പണ്ഡിതന്മാരെ പറഞ്ഞയച്ചു. ഇന്ത്യയിലെ പല രാജ്യങ്ങളിലുള്ള അറബി കോളേജുകൾക്ക് പറഞ്ഞയച്ച് ബിരുദാനന്തര ബിരുദം വാങ്ങിച്ചു കൊടുത്തു. പണ്ഡിതന്മാരെ കൊണ്ടുവന്നു. പല പള്ളികളിലേക്കും ശൈഖുനായുടെ ശിഷ്യന്മാരെ ദർസ് നടത്താൻ, ഖുത്ബ നിർവഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇതും തികയാതെ വന്നപ്പോൾ സ്വന്തം ദർസ് സയ്യിദ് മദനി അറബി കോളേജ് എന്ന പേരിൽ ശരീഅത്ത് കോളേജാക്കി മാറ്റി. സ്വന്തം ദർസിൽ പഠിച്ച പണ്ഡിതന്മാരായ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ആ അറബി കോളേജിൽ മുദരിസുമാരും പ്രൊഫസർമാരുമാക്കി മാറ്റി. ചെറിയ വിഷയമാണ് ഇത് ചെറിയ കറാമത്താണോ? ഏതെങ്കിലും ഒരുത്തൻ ശൈത്താനെ ജപിച്ച്, ശൈത്താനെ സേവിച്ച് എന്ന് പറയുന്നത് അതൊന്നും കറാമത്താണോ? ഇന്ന് അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നത്? എവിടെയാ കർണാടകയിൽ നിന്ന് കുറവുള്ളത്? നേരത്തെ പറഞ്ഞ താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് നൂറുകണക്കിന് മഹല്ലത്തുകളുടെ കവിയായിരുന്നു. ആരാ ബേക്കൽ ഉസ്താദ്? ഒന്നരായ താജുൽ ഉലമയുടെ ശിഷ്യനാണ്. എന്നെ ഉസ്താദ് താജുൽ ഉലമയുടെ ശിഷ്യനാണ്. കാഞ്ഞങ്ങാട് കവിയായിരുന്ന, ഉദ്യാവിരക്കാരനായിരുന്ന തങ്ങൾ നമ്മളെ പള്ളികളിലൊക്കെ നിസ്കാര സമയം ക്രോഡീകരിച്ച് കണക്ക് കൂട്ടി നമ്മളെ പള്ളികളിലൊക്കെ തൂക്കുന്ന നിസ്കാര സമയം ഉണ്ടാക്കിയത് വലിയ ഗോളശാസ്ത്ര പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന തങ്ങൾ താജുൽ ഉലമയുടെ ശിഷ്യനാണ്. മംഗലാപുരം കവിയായിരുന്ന ചെമ്പരിക്ക അബ്ദുൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് താജുൽ ഉലമയുടെ ശിഷ്യനാണ്. പാനൂരിൽ അൽ അസ്ഹർ കോളേജ് എന്ന പേരിൽ അറബി കോളേജ് നിർമ്മിച്ച ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തുവിട്ട വലിയ പണ്ഡിതനാണ് പൂക്കോയത്തങ്ങൾ. അറബി സാഹിത്യ രംഗത്ത് തുല്യതയില്ലാത്ത പ്രതിഭാസമാണ് കേരളക്കരയിൽ. അങ്ങനെയുള്ള പൂക്കോയത്തങ്ങൾ ഒന്നരായ താജുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. ഇങ്ങനെ കണക്കും കയ്യുമില്ലാത്ത പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ നമ്മളെ ബെൽത്തങ്കടി താലൂക്കിലെ തന്നെ വലിയ വലിയ ദർസ് നടത്തി ശീലമുള്ള ഒരുപാട് പണ്ഡിതന്മാരെ സമുദായത്തിന് ശിഷ്യന്മാരായി വാർത്തുവിട്ട വലിയ വലിയ പണ്ഡിതന്മാർ. ഖറായ ഖാസിം മുസ്ലിയാർ, ഖറായ ഹൈദർ ഉസ്താദ് ചില്ലറക്കാരാണോ അവരൊക്കെ? എന്നെ ഉസ്താദ് ചില്ലറക്കാരാണോ? ഇവരൊക്കെ താജുൽ ഉലമയുടെ ശിഷ്യന്മാർ. താജുൽ ഉലമ ഇന്ന് ലോകത്തില്ലെങ്കിലും താജുൽ ഉലമയുടെ ആ ശിഷ്യത്വം അനുസരിച്ചുകൊണ്ട് ദർസ് നടത്തി. താജുൽ ഫുഖഹാ നമ്മുടെ ഇടയിലില്ലെങ്കിലും, എന്നെ മുസ്താദില്ലെങ്കിലും, പൂക്കോയത്തങ്ങളില്ലെങ്കിലും, പലരും മൺമറഞ്ഞു പോയെങ്കിലും അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ഇന്ന് ലോകത്ത് ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താജുൽ ഉലമയുടെ പ്രവർത്തനമാണിത്.
സഹോദരങ്ങളെ, ചെറിയ ആളൊന്നുമല്ല, നമ്മൾ അടുത്തുണ്ടായത് കൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. വലിയ കറാമത്തുടയാളാണ്. ഇസ്തിഖാമത്ത്, ഇബാദത്ത് മുറയായി കൊണ്ടു നടക്കുക, ദിക്റുകളും ഔറാദുകളും മുറിയാതെ എടുക്കുക, ഖുർആൻ മുറിയാതെ ഖുർആൻ ഖത്മ് തീർക്കുക, ദർസ് നടത്തുക, ഒരു സബക്ക് പോലും ഒഴിവാകാതെ പാതിരാത്രി വലിയ വലിയ പരിപാടികളിൽ, സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന താജുൽ ഉലമ രാത്രി 2 മണിക്കും 3 മണിക്കും ഉള്ള ആളത്തെത്തിയിട്ട് സഹോദരങ്ങളെ സുബ്ഹിനെണീച്ച്, സുബ്ഹിന്റെ മുമ്പ് എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ച് അതിന് ശേഷമുള്ള ദർസുകൾ മുറതെറ്റാതെ നടത്തുന്ന താജുൽ ഉലമ മരണം വരെ ദർസിലായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ആ താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ടാണ് നമ്മുടെ സംഘടന ഇത്തരം സെറ്റപ്പിലൂടെ മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒന്നരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നടക്കാൻ കഴിയുന്നില്ല ശരിക്കും.